വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിള്ളയാണെങ്കിൽ രാഘവൻ നായരോട് പറയുകയാണ് മോളുടെ വീട്ടിലേക്ക് പോകാനിരുന്നതാണ്. അപ്പോഴാണ് ഇവിടുന്ന് സത്യാമ്മ വിളിച്ചത്. അപ്പോൾ പിന്നെ പോക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടുത്തെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ. എനിക്ക് എന്തുണ്ടായതും എനിക്ക് ഇവിടെ നിന്നാണ്. അതിൽ പിള്ളേർക്ക് പരിഭവമൊക്കെ ഉണ്ട്. ഞാനതൊന്നും കാര്യമാക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, തനിക്ക് ഓർമ്മയുണ്ടോ, ഞാനിവിടെ വാങ്ങുമ്പോൾ ഇതേ ആ കാണുന്ന വഴിയും റോഡും ഒന്നുമില്ലായിരുന്നു, ഒരു ചതുപ്പായിരുന്നു, മണ്ണിട്ട് നികത്തിയാണ് ഈ പരുവത്തിലാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട്, ഇവിടെ ആദ്യമായിട്ട് വെളിച്ചം ഉണ്ടായതും ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. എല്ലാം ഒക്കെ മാറുമെന്ന് ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, മാറുമോടോ, നമ്മൾ ഇവിടെ നിന്ന് മാറി കൊടുക്കേണ്ടി വരും എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങോട്ട് വിഷമിക്കുകയാണ്. ഈ സമയത്താണ് ഭാമയാണെങ്കിൽ തൻ്റെ ആഭരണങ്ങൾ അടങ്ങുന്ന ബോക്സൊക്കെ ആയിട്ട് അങ്ങോട്ടത്തേക്ക് വരുന്നത്. അതിനുശേഷം ഭാമയാണെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ പിള്ളയ്ക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഇതൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്ടിൽ ഇനിയിപ്പോൾ ഇതൊന്നും സൂക്ഷിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ പിന്നെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്തിനാ, താൻ കൊണ്ടുപോയി ഇത് ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊടുക്കുക, നല്ല വില കിട്ടും, ഇപ്പോൾ ഈ സമയത്ത് വിലയുണ്ട്, വക്കീലിനെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇട്ട് നടന്നിട്ട് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരെയും പിള്ളയൊക്കെ നോക്കി ഭാമയാണെങ്കിൽ പിന്നെ സങ്കടത്തോടെയാണ് പറയുന്നത്. പക്ഷേ ചിരി വരുത്താനുള്ള ശ്രമമാണ്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ഭാമ, ഇതിൽ കൂടുതലും നീ നിൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചതല്ലേ എന്ന്. അന്നേരം ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാ പിള്ളേ വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല സത്യാമ്മ, ഇത് ഞാൻ വാങ്ങില്ല. പിന്നെ എൻ്റെ മനസ്സിൽ സത്യാമ്മയുടെ രൂപമുണ്ട്, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ആ സ്വർണ്ണ പ്രഭയിൽ തിളങ്ങുന്ന ഒരു സത്യാമ്മയുടെ മുഖം, ആ രൂപം മാറ്റാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഇത് ഞാൻ വാങ്ങിയാൽ, ഇത് കൊണ്ടുപോയി കൊടുത്താൽ ആ ഒരു സങ്കടത്തിൽ ഞാൻ അങ്ങ് മുങ്ങി താന്നുവോ. അവിവേകം പറയുകയാണെന്ന് കരുതരുത്. സ്വന്തമായിട്ടൊരിതുണ്ട്, ഭൂമിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റ് ഞാൻ സഹായിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, എന്നെക്കൊണ്ട് ചെയ്യല്, എനിക്ക് പറ്റില്ല, എന്നോട് പൊറുക്കണേന്നും പറഞ്ഞ് പിള്ള അങ്ങോട്ട് കരഞ്ഞു തൊഴുത് അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. എന്നിട്ടും എന്നെ ഒന്നും തോന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ള കരഞ്ഞുകൊണ്ട്, എനിക്ക് പറ്റില്ല സത്യാമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വെളിയിലേക്ക് അങ്ങ് തോർത്തും വെച്ച് കണ്ണീരൊക്കെ തുടച്ചങ്ങ് പോവുകയാണ്. തുടർന്ന് ഇത് കാണുമ്പോൾ ഭാമയ്ക്കും രാഘവൻ നായർക്കും പൊന്നിക്കും ഒക്കെ സങ്കടം വരുന്നുണ്ട്. തുടർന്ന് ഭാമ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ പൊന്നിയെ കാണുകയാണ്. അതിനെ പൊന്നിയെന്ന് വിളിക്കുമ്പോൾ അത് ഞാൻ ഇല്ല സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് പൊന്നി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ടീപ്പയുടെ പുറത്തേക്ക് വെക്കുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, ഭാമ, ഇതുപോലെ ഇവരുടെ ഈ സ്നേഹം, ഇതിനൊക്കെ കൂടെ നിന്ന, ജീവിതത്തിൽ പകുതി കൂടുതൽ സമയം നമ്മുടെ കൂടെ നിന്ന, നമുക്ക് ബഹുമാനമൊക്കെ തന്ന ഇവർക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അവർ ഇങ്ങോട്ട് തന്ന സ്നേഹം മാത്രം കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഭാമയെ സങ്കടപ്പെടുകയാണ്. പണത്തിൻ്റെ ബാധ്യത എങ്ങനെയും തീർക്കാം, പക്ഷേ ഇതുപോലെ ചങ്കിൽ തറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന ഇവരോടുള്ള നമ്മൾ എങ്ങനെ ഇവരോട് കടം തീർക്കും എന്നങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ, പഴയതുപോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, ഇതിനൊരു സാവകാശം അത് നമുക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ രാഘവേട്ട എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതിനൊരു സ്റ്റേ ഓർഡർ അത് തരാനുള്ള അവകാശം ജില്ലാ കളക്ടർക്കാണുള്ളത്. നീ ചെന്ന് പറഞ്ഞാൽ പൊന്നുപോലെ ശാലിനി അത് സ്വീകരിക്കുകയും ചെയ്യും, അവളത് ചെയ്ത് ഇഷ്ടപ്രകാരം ചെയ്തു തരികയും ചെയ്യും എന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങോട്ട് കലികേറുകയാണ്. പിന്നെ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അവളുടെ കാല് പിടിക്കാനായിട്ട് പോകില്ല. വീടും പോട്ടെ, സ്വത്തും പോട്ടെ, എല്ലാം പോട്ടെ, കടന്തണ്ണയിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഞാൻ അവളുടെ കാല് പിടിക്കില്ല, അവളുടെ അടുത്തേക്ക് പോകത്തുമില്ല. പകരം എൻ്റെ ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. പക്ഷേ ഈ കാര്യം ഈ സത്യഭാമ ചെയ്തില്ല. അഭിമാനം വിറ്റിട്ട് ഈ വീട് നേടിയിട്ട് ഒരു രാത്രി പോലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ, എല്ലാം പൊയ്ക്കോട്ടെ, പക്ഷേ ഞാൻ അവളുടെ മുന്നിൽ താന്നു കൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഈ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ ഭാമ അങ്ങകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവസാന പ്രതീക്ഷയും അങ്ങനെ മങ്ങിയെന്ന് മനസ്സിലാകുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, ഈശ്വര, അവിടെ നിന്ന് നിശ്ചയിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടന്നോട്ടെ എന്നും പറഞ്ഞ് വിഷമിച്ച് രാഘവൻ നായർ ഇരിക്കുകയാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ശ്യാമയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരവും ഈ ശ്യാമയുടെ മനസ്സിൽ സത്യഭാമ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളും പറഞ്ഞതൊക്കെയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, വിഷ്ണുവേട്ട, എന്നെ ഇവിടെ ഇറക്കുമെന്ന് പറയുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, വേണ്ട, ഞാൻ വീട്ടിലേക്കാണ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് വേണ്ട, എൻ്റെ മനസ്സാകെ പിന്നെ ചൂട് പിടിച്ച് എനിക്ക് ആകെ വിഷമം വന്നിരിക്കുകയാണ്, ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കില്ല, എവിടെയെങ്കിലും കുറച്ച് സമയം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ, ആ ചന്ദ്രബോസ് പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടാണോ, അതൊക്കെ അങ്ങ് വിട്ടേരെ, അവർ പറയുന്നതൊക്കെ ആലോചിച്ചാൽ മനസ്സ് വിഷമിപ്പിക്കാനേ സമയം കാണുകയുള്ളൂ, ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കണം എന്നൊക്കെ വിഷ്ണു വളരെ സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്. അന്നേരം ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വിഷ്ണുവേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, അയാൾ പറഞ്ഞു തന്നു, അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ രോഹിതൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെ വെറുക്കുന്നു എന്ന്, അതുകൊണ്ട് എൻ്റെ മനസ്സിന് അല്പം സമാധാനം വേണം, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം, എന്നെ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി, വിഷ്ണുവേട്ടൻ വണ്ടി നിർത്ത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ നിന്നെ വിട്ട് ഒറ്റയ്ക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങ് വന്നോളാം, പിന്നെ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ശ്യാമ മുതിരില്ല, ഞാൻ അങ്ങ് വന്നേക്കാമെന്ന് പറയുകയാണ്. അന്നേരം എന്നാലും എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സ് മരവിച്ച അവസ്ഥയോളം അതൊന്നും വരില്ലല്ലോ, വിഷ്ണുവിൻ്റെ വണ്ടി നിർത്ത് എന്ന് ഒരുപാട് തവണ നിർബന്ധിച്ച് ശ്യാമ പറയുമ്പോൾ വിഷ്ണു ഒരു സ്ഥലത്തേക്ക് വണ്ടി നിർത്തുന്നുണ്ട്. തുടർന്ന് ശ്യാമ ഇറങ്ങിയ ശേഷം വിഷ്ണുവിൻ്റെ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം അത് ശ്യാമയെന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണുവിന് അങ്ങ് സംശയമാണ്. അന്നേരം ഇല്ല പൊയ്ക്കോ, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങ് വന്നേക്കാന്ന് പറയുമ്പോൾ വന്നേക്കണേ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അത് 3-4 തവണ ഒരുപാട് തവണ ശ്യാമ നിർബന്ധിച്ചതിന് ശേഷമാണ് വിഷ്ണു വണ്ടി നിർത്തുന്നതും പിന്നീട് വണ്ടി നിർത്തിയിട്ട് ശ്യാമ എവിടെ ആക്കിയിട്ടും പിന്നീടും വിഷ്ണു ശ്യാമയെ വിളിക്കുന്നുണ്ട് പോകാമെന്ന്. ഒരുവിധം ശ്യാമ വരില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവസാനം പ്രതീക്ഷയോടുകൂടി വിഷ്ണു അങ്ങ് മടങ്ങി പോകുന്നത്. തുടർന്ന് ശ്യാമയെ ഒരു അമ്പലമുറ്റത്തിൻ്റെ നടയിലാണ് വിഷ്ണു നിർത്തുന്നത്. ശ്യാമയാണെങ്കിൽ ഇങ്ങനെ രോഹിത് പറഞ്ഞതൊക്കെ, നീ ഇവൻ്റെ കൂടെ പോയി പുറത്തോ, ശാലിനി അവിടെയല്ലേ, ഇവിടെ ഒരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞതോർത്ത് ശ്യാമ ഇങ്ങനെ നടന്നു പോവുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ട്, പക്ഷെ ആകെ വിഷമിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പിള്ളയാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് വരുന്നുണ്ട്. അന്നേരം അനുപല്ലവിയെ കണ്ടിട്ട് ഓടി ചെല്ലുകയാണ്. ഞാൻ മോളെ നോക്കിയാണ് നടന്നതെന്ന് പറയുമ്പോൾ അനുപല്ലവിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. എന്നെ മനസ്സിലായില്ലേ, ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ നിന്നാണ്, രമണം പിള്ള എന്ന് പറയുമ്പോൾ ആ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം, അവിടുത്തെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനാണ്, അത്യാവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ അനുപല്ലവി പറയുകയാണ്, മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു, ഞാൻ തീർന്നോന്ന് നോക്കട്ടെ. അന്നേരം പിള്ളച്ചേട്ടൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. തുടർന്ന് അനുപല്ലവി പിന്നെ ശാലിനിയുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. ശാലിനി എന്തോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്നുണ്ട്, സത്യാമ്മയുടെ വീട്ടിൽ നിന്നോ പിള്ളച്ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിള്ളച്ചേട്ടനോ എന്ന് പറഞ്ഞിട്ട് അനുപല്ലവിയോട് ശാലിനി പറയുകയാണ്, അനു എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, സത്യയെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്തേക്കണേ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് വന്നോളാം, ഇല്ലെങ്കിൽ കാത്തു നിന്ന് സത്യം മുഷിയോ എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിള്ളയോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അനുപല്ലവി പോകുന്നുണ്ട്. തുടർന്ന് കുഞ്ഞെന്നും പറഞ്ഞ് പിള്ള അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പിള്ളച്ചേട്ടൻ ഇരിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം ഇരിക്കുമെന്ന് നിർബന്ധിക്കുമ്പോൾ പിള്ള ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ വിശേഷങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്. മോളിറങ്ങിയ ശേഷം അവിടെ കാര്യങ്ങളൊക്കെ ആകെ താറുമാറായിരിക്കുകയാണ്. ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, തന്നിഷ്ടത്തിന് എന്തൊക്കെയോ സത്യാമ്മ ചെയ്തു, അതൊരു വൻ ബാധ്യതയായിട്ട് മുകളിൽ വന്ന് നിൽക്കുകയാണ്. കേസും കൂട്ടവും ഒക്കെ ആയിട്ട് വക്കീലിന് കൊടുക്കാൻ പോലും കാശില്ല നിൽക്കുകയാണ്. സത്യാമ്മയുടെ ആഭരണങ്ങൾ എൻ്റെ കയ്യിലേക്ക് തന്നു വിൽക്കാനായിട്ട്, പക്ഷേ ഞാനത് വാങ്ങിയില്ല, സത്യാമ്മ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതൊക്കെയാണ്, അതൊക്കെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ചങ്ക് പറഞ്ഞു തന്നെയാണ്, പക്ഷെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ പിള്ളയാണെങ്കിൽ പറയുന്നുണ്ട്. മോൾ ഇടപെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അത് മോളെ അറിയിക്കാനായിട്ട് രാഘവൻ സാറാണ് എന്നെ ഇങ്ങോട്ടത്തേക്ക് പറഞ്ഞു വിട്ടത്, സത്യാമ്മ അറിയാതെയാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ സത്യാമ്മയുടെ കാര്യമൊക്കെ എനിക്കറിയാമല്ലോ, എല്ലാം ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട്. ഇപ്പോൾ ആ രോഹിതാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് വരാറ് പോലുമില്ല. ശ്യാമക്കുഞ്ഞിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. സത്യാമ്മയാണെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ലാതെ മുഷിഞ്ഞ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് കാശിനായി നാട് മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കാണാനായിട്ട് എനിക്ക് വയ്യ. രാഘവൻ സാറുടെ മനസ്സ് ആകെ തകർന്നു നിൽക്കുകയാണ്. മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, മോൾക്ക് നേരിട്ട് വരാനായിട്ട് സാധിക്കില്ലെങ്കിൽ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം വിളിക്കുന്നില്ല പിന്നെ പിള്ളച്ചേട്ടാ, ഞാൻ നേരിട്ട് വരിക തന്നെ ചെയ്യാം, അച്ഛനെ ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ അത് വേണം മോള് വന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തരണം, മോളെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി സമ്മതിക്കുകയാണ്. ഇതേ സമയം അവിടെ സ്കൂളിലാണെങ്കിൽ സ്കൂളിൻ്റെ പാർക്കിൻ്റെ വേറൊരു സൈഡിലേക്ക് പപ്പി പോയിട്ട് പിന്നെ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം സത്യമാണെങ്കിൽ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അവരുടെ അച്ഛൻ്റെ. ഇവിടെ നിന്ന് തന്നെ വിളിക്കാം, ഇങ്ങോട്ടത്തേക്ക് എന്തായാലും സത്യ വരാനായിട്ട് സാധ്യതയില്ല, അവിടെ എങ്ങാനും ഇരിക്കുകയായിരിക്കും എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സത്യ പപ്പി എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് വരികയാണ്. അന്നേരം പപ്പി ഫോൺ അങ്ങോട്ട് മാറ്റി പിടിക്കുന്നുണ്ട്. അന്നേരം ആരെ വിളിക്കാൻ പോവുകയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരെയും ഇല്ല എന്നും പറഞ്ഞ് പപ്പി നിൽക്കുകയാണ്. അന്നേരം അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് സത്യ ഇങ്ങനെ പരിഭവം പറയുമ്പോൾ ചിലപ്പോൾ ജോലി തിരക്കുണ്ടായിരിക്കും, വിളിക്കുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പപ്പി പറയുകയാണ്, അയ്യോ നിമ്മി ടീച്ചറോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, സത്യം ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ പോയി പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് പപ്പി അങ്ങോട്ടത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഫോൺ വിളിക്കാനാണ് ഈ പപ്പി പോകുന്നത്. അന്നേരം സത്യ അവിടെ ഇരുന്നിട്ട് കരുതുകയാണ്, അയ്യോ നിമ്മി ടീച്ചർ ബെല്ലടിച്ചപ്പോഴേ പോയല്ലോ, ഇനി പപ്പിയാണെങ്കിൽ അവിടെ ഒക്കെ തേടി നടക്കും, പോയി പറഞ്ഞേക്കാമെന്നും പറഞ്ഞിട്ട് ഈ സത്യയാണെങ്കിൽ പപ്പിയുടെ പിന്നാലെ പോകുന്നുണ്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി നിന്നിട്ട് പെട്ടെന്ന് സത്യ ഫോൺ വിളിക്കുകയാണ്. അന്നേരം സത്യ പുറകെ വരുന്നുണ്ട്. കുറച്ച് പുറകിലായിട്ട് സത്യ നിൽക്കുമ്പോൾ ഈ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഹായ് അച്ഛൻ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അന്നേരം തിരിഞ്ഞു നിൽക്കുന്ന പപ്പിയാണെങ്കിൽ സത്യയെ കാണുന്നില്ല, പക്ഷേ സത്യയെ മുന്നിൽ നിൽക്കുന്ന പപ്പി ആദ്യം ശ്രദ്ധിക്കുന്നില്ല, കുറച്ച് മുന്നിലോട്ടാണ് നിൽക്കുന്നത്. അന്നേരം അച്ഛൻ എന്താ ഇത്രയും നാളെന്നെ വിളിക്കാതിരുന്നത്, കുറേ നാളായല്ലോ വിളിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു മോളെ, മോക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സുഖമാണ്, പിന്നെ ഇനി അച്ഛൻ ഇങ്ങോട്ട് വരണം, അമ്മയുടെ അടുത്ത് നമുക്കെല്ലായിടത്തും
പോകണമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒന്നല്ലാതെ സത്യ നോക്കുമ്പോൾ ഈ പപ്പി തിരിഞ്ഞെന്ന് ഫോൺ വിളിക്കുന്ന കാണുകയാണ്. അങ്ങനെ പപ്പി ആരെയോ ഫോൺ ചെയ്യുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് സത്യയ്ക്ക് പെട്ടെന്നൊരു സംശയം തോന്നുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ ഫോണിൽ ശ്രദ്ധിക്കുന്നില്ല, സത്യയാണെങ്കിൽ ഫോണിൽ ശ്രദ്ധിക്കുന്നില്ല, പപ്പിയെ തന്നെ നോക്കുകയാണ്. അന്നേരം മോളെന്താ മിണ്ടാത്തത് എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം സത്യ മുന്നോട്ട് നടന്നിട്ട് അച്ഛനിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ കമ്പനിയിൽ നമുക്കിപ്പോൾ ടീ ബ്രേക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് സത്യയാണെങ്കിൽ പപ്പിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. സത്യയ്ക്ക് അന്നേരം മനസ്സിലായി പപ്പിയാണ് വിളിക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് തോളിൽ പിടിക്കുമ്പോൾ പപ്പി പെട്ടെന്ന് തിരിഞ്ഞ് അന്തം വിട്ട് നോക്കുകയാണ്. ഫോൺ അങ്ങ് പിറകിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട്. അന്നേരം സത്യ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ പപ്പി ആയിരുന്നല്ലേ ഇത്രയും നാളും എന്നെ അച്ഛനാണെന്നും പറഞ്ഞ് വിളിച്ചത്? എന്നെ വിളിച്ച് പപ്പി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് സത്യ ഇങ്ങനെ നോക്കുമ്പോൾ പപ്പി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ സത്യയ്ക്ക് മനസ്സിലായി പപ്പിയാണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി അവിടെ സത്യയോട് പപ്പി ഇനി വിഷ്ണുവാണ് അച്ഛനെന്ന് പറയുമോ എന്നുള്ളതാണ്, അതോ ഇനി സത്യ ഇനി പിണങ്ങി വീട്ടിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും സത്യയ്ക്ക് കുറച്ച് എപ്പിസോഡിലൊക്കെ മനസ്സിലാകുമായിരിക്കും വിഷ്ണുവാണ് അച്ഛൻ എന്നുള്ളത്. അതൊക്കെ അടുത്ത എപ്പിസോഡുകൾ കാണാം. ഇനി മഹാ എപ്പിസോഡ് 2 ശനി ഞായറുമായിട്ടുണ്ട്. അതിലാണ് ശ്യാമ തിരികെ വീട്ടിലേക്ക് പോകാത്തതും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും ഒക്കെ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.